ഹായ് കൂട്ടുകാരെ, ഞാൻ മാധു. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ മൊമെൻറ്റോയുടെ വിശേഷങ്ങളാണ്. നിറവ് 2025 എന്ന പ്രോഗ്രാമിൻ്റെ മുഴുവൻ വീഡിയോവും നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മൾ ആ മൊമെൻറ്റോ മേടിക്കാൻ വേണ്ടി ഈ നിറവ് 2025 പ്രോഗ്രാം നടക്കുന്ന വേദിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് കഞ്ഞിക്കുഴി സ്നേഹക്കൂട് എന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇതിനെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രേഖ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ സൗമ്യ ചേച്ചിയുമാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിനായിട്ട് ഞാൻ വരാൻ കാരണം സൗമ്യ ചേച്ചിയാണ്. അതിന് സൗമ്യ ചേച്ചിക്ക് 1000 നന്ദി. അതുപോലെ തന്നെ എനിക്ക് ആ മൊമെൻറ്റോ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഫീല്, അത് ഒരുപാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ ദിവസം നടന്ന എല്ലാ വിഷ്വൽസും അവിടെ നടന്ന എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് കാണണ്ടേ, അങ്ങനെ അതിനുവേണ്ടിയാണ് ഈ മുഴുവൻ വീഡിയോയും ഇടുന്നത്. അപ്പം ഞങ്ങൾ ഒരു 6 മണിയോട് കൂടിയാണ് കട്ടപ്പനയിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയും അതുപോലെ തന്നെ ശരത്തേട്ടൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോയത്. അപ്പം ഞങ്ങളൊരു സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. സമ്മി ചേച്ചി വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സമ്മാനം, ചെറിയൊരു സമ്മാനം കയ്യിൽ എല്ലാവരും കരുതണമെന്ന്. അങ്ങനെ ശരത്തേട്ടൻ്റെ പ്ലാനിങ്ങിൽ കിട്ടിയ ഒരു ഐഡിയ ആണ് ഫ്ലവർ വാങ്ങാൻ, ചെടിയും ചെടിച്ചട്ടിയും കൂടി വാങ്ങാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ട് അവിടെ ചെന്നു. ഇതെന്തിനാണ് എന്ന് നിങ്ങൾക്കൊരു അത്ഭുതം തോന്നില്ലേ? ഈ ക്യൂരിയോസിറ്റി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് നറുക്കിട്ട് ഫ്രണ്ട്സിനെ കണ്ടെത്തുകയാണ്. അത് തന്നെ ഇതെല്ലാവരുടെയും, ഇത് ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അത് ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. അപ്പം അതിലേക്ക് പോരുമ്പോഴേക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫ്രണ്ടിനെ ആദ്യം തന്നെ സംഭാവന ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ നിറവ് 2025 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിൽ വളരെയേറെ സന്തോഷം. ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയൊരു ഫ്രണ്ടിനെയാണ് എനിക്ക് കിട്ടിയത്. അതൊരു കുട്ടിയാണ്. അതിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ ഫ്രണ്ടാണിത്. ഞാൻ വളരെ സന്തോഷവതിയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ സൂര്യയുണ്ട്, അതുപോലെ തന്നെ ശില്പ, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബിൻസി ചേച്ചി. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഉള്ളൊരു സന്തോഷ ദിവസമായിരുന്നു അന്ന്. പിന്നെ ഞങ്ങൾക്ക് ഫുഡുണ്ടായിരുന്നു. ഒരു ഗംഭീര സദ്യ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. കാരണം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ. ഓരോ സന്തോഷ നിമിഷങ്ങളിലാണ് ഞങ്ങൾ ആ വേദിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിലുമൊക്കെ ഉപരിയായി എന്നെ സന്തോഷപ്പെടുത്തിയതും അതിലേറെ സങ്കടപ്പെടുത്തിയതും കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹക്കൂട്ടിലെ അമ്മമാരെയും അച്ഛന്മാരെയും കണ്ടാണ്. എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം വേറൊന്നുമല്ല, എനിക്ക് അമ്മ ഇല്ല, അതുപോലെ തന്നെ അച്ഛനില്ല. അപ്പം ആ ഒരു സിറ്റുവേഷൻ, അച്ഛൻ ഇല്ല എന്നല്ല, ഉണ്ട്, അച്ഛൻ ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ജന്മം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച അച്ഛനും അമ്മയും ഇന്ന് മറ്റൊരാളുടെ കീഴിൽ മറ്റൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഞങ്ങളെ ഇത്രയും മക്കളെ അവർക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്രയും മക്കളെ അവരോടൊപ്പം കൂടാനായിട്ട് സാധിച്ചു. അവരുടെ സന്തോഷങ്ങളിൽ ഞങ്ങൾക്ക് പങ്കുചേരാൻ പറ്റി. അവരുടെ കഴിവുകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഒന്നുമല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷമാണ് എനിക്കന്ന് അവിടെ ഉണ്ടായിരുന്നത്. നിറവ് 2025 ഔദ്യോഗിക ഉദ്ഘാടന വേദിയിലേക്ക് നമുക്കൊന്ന് പോകാം. വേദിയിൽ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിതേഷ് സാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സൂര്യലാലേട്ടൻ വന്നിട്ടുണ്ട്, കട്ടപ്പന, ബിൻസി ചേച്ചി, അതുപോലെ തന്നെ ദേവനന്ദ. ഇവരെല്ലാവരും അണിചേരുന്ന ഒരു വേദിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞു മക്കളുടെ അനുഭവം വൈവിധ്യം കാണിച്ചിട്ടുണ്ട്. അനുഭവമല്ല, അഭിനയ വൈവിധ്യം. എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പൊ ആ അഭിനയം കൊണ്ട് സൂര്യലാൽ കട്ടപ്പനയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രോഗ്രാം ആരംഭിക്കാൻ അതോടുകൂടി
നമാമി വിഘ്നേശ്വര പാദ പങ്കജം. ചേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ആചാര്യനോട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ചേട്ടാ ഞങ്ങൾക്കൊരു പ്രോഗ്രാം നടത്തണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് എന്താണെന്നോ ഏതാണെന്നോ ഫുള്ളൊന്നും കേട്ടില്ല. വായോ ഇങ്ങോട്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾ എത്ര പേരുണ്ടോ, എന്താണോ, നിങ്ങളുടെ ഫുഡിന്റെ കാര്യം ഒന്നുമില്ല, നിങ്ങളിങ്ങ് പോരുന്നാൽ മതി, ഞങ്ങളിവിടെ എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇന്നിവിടെ രാവിലെ എത്തിയപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് എന്ത് ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുപരി എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്നേഹക്കൂടിന്റെ ടീം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വലിയ കടമ്പകളില്ലാതെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റി. കാരണം കോർഡിനേഷൻ എന്നൊരു മാത്രം ഒരു പരിപാടി, പല ജില്ലയിൽ കിടക്കുന്നവരെ ഇവിടെ എത്തിക്കാമെന്ന് മാത്രം ഒരു ബാധ്യത മാത്രമേ എനിക്കും സൗമ്യയ്ക്കും മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സന്തോഷത്തോടെ വളരെ ആദരവോടെ ഞങ്ങൾ അതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതിനൊപ്പം സ്നേഹക്കൂട് ടീമിന് ഞങ്ങളുടെ നിറവ് 2025 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ്. പ്രിയപ്പെട്ട MLA ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറിനെ ക്ഷണിക്കും. അതുപോലെ നിറവ് പുരസ്കാരം 2025 സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട പുതുപ്പള്ളിയുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ സാറിന് ആദരവ് നൽകാനായി അതുപോലെ തന്നെ നമ്മളുടെ അധ്യക്ഷയായിട്ടിരുന്നിട്ടുള്ള ശ്രീമതി സുമകുമാരന് നിറവ് 2025 പുരസ്കാരം. നമ്മളിപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കയറി വരുന്നത് കണ്ടിരുന്നു. വളരെ ആദരപൂർവ്വം ഈ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. പ്രകാശ് വളമ്പ് പാട്ടുപാടി ആറാടിപ്പിക്കുന്ന പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. കുറച്ചു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു സൂര്യലാൽ കട്ടപ്പന. അഭിനേതാവാണ്, മാധ്യമ പ്രവർത്തകനാണ്, കേരള സംഗീത നാടക അക്കാദമി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിറവ് 2025 പുരസ്കാരം സ്വീകരിക്കുക. ജോൺ പെപ്പൻസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പ്രിയപ്പെട്ട അജികുമാർ പുനലൂർ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകൻ. പ്രിയപ്പെട്ട കൊല്ലം ജില്ലയുടെ അജി പുനലൂരിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറവ് പുരസ്കാരം 2025 ബെനറ്റ് ജോൺ. സ്വന്തം സനോജ് നടയിലിന് നിറവ് 2025 ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം നിറവ് 2025 വന്ന് അനുഗ്രഹിച്ച പ്രിയപ്പെട്ട സനോജ് ചേട്ടന് നിറഞ്ഞ സ്നേഹം. അതുപോലെ തന്നെ മുഹമ്മദ് ഷമീർ കണ്ണൂരിൽ നിന്ന് ഇലക്ട്രീഷ്യൻ പണികളാണ് ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹം ഒരു ആക്ടറാണ്, ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മോനായി ചേട്ടന് നിറവ് 2025 ആശംസകൾ നേരുന്നു. ഷിബു സുരേന്ദ്രൻ അല്ലെ, പ്രിയപ്പെട്ട കോട്ടയത്തിന്റെ സ്വന്തം സിനിമാ നടൻ ഷിബു സുരേന്ദ്രന് നിറവ് 2025 ആശംസകൾ നേരുന്നു. വളരെ സ്നേഹത്തോടെ ഈ ഒരു സ്നേഹാദരവ് നൽകാനായി ജിതേഷ് ജിയെ ക്ഷണിക്കുന്നു. ഇത് കണ്ട നമ്മൾ ഇരുന്നു പോകും. നമ്മുടെ ഫേമസ് ആയ നമ്മുടെ അമ്മച്ചിമാരുടെ ഡാൻസാണ് ഈ കാണുന്നത്. കോപ്പിറൈറ്റ് പർപ്പസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോയുടെ വോയിസ് നമുക്കിടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ആയിട്ട് പറയുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഡാൻസ് ആയിരുന്നു. നമുക്കൊന്നും ഈ പ്രായത്തിൽ ഇത്രയും നേരമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റും എങ്കിലും അവർക്ക് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ.
അവർക്ക് നമുക്കൊരിക്കലും അത് അത്ര എനർജി ആയിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് അവർ അത്ര എനർജി ആയിട്ട് തന്നെയാണ് കളിച്ചത്. അതുപോലെ തന്നെ വേറെ ഒരു ഡാൻസ് കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. കൃഷ്ണനും രാധയും ചേർന്നിട്ടുള്ളൊരു കോംബോ ആയിരുന്നു. അപ്പോൾ പക്ഷേ ഇതിൽ തന്നെയാണ് അത് ചെയ്തിരുന്നത്. പക്ഷെ അത് വേറൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. കൃഷ്ണനും രാധമാരും കൂടെ നിന്നിട്ട് ചട്ടയും മുണ്ടും ഉടുത്ത രാധമാരും ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരെ കണ്ടിട്ട് നിങ്ങൾ ചെറുതാണെന്ന് വിചാരിക്കേണ്ട. അടുത്ത ഇവരുടെ പ്രോഗ്രാം എവിടെയാണെന്നറിയാവോ? ദുബായിൽ വെച്ചാണ് അടുത്ത പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഓൾ ദ ബെസ്റ്റ് അമ്മച്ചിമാർക്ക് ഞാനൊരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടാവണം. എനിക്ക് വളരെ സന്തോഷമാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ നിഷ ചേച്ചിക്കാണ്. അതെ, നിഷ സ്നേഹക്കൂട്. അതുപോലെ തന്നെ അനുരാജ് ചേട്ടനും ഒരുപാട് നന്ദി. ഇവരുടെ എല്ലാ ഇഷ്ടത്തിനും കൂടെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദി. അവനെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആകാശ് പ്രമോദ് ആദരപൂർവ്വം നിറവിന്റെ ആശംസകൾ നേരുന്നു. സന്തോഷ് പത്മ സൂര്യലാൽ ചേട്ടനും അഡ്വക്കേറ്റ് ജിതേഷ് ടിക്കും ഈ ഒരു സ്നേഹാദരവ് നൽകാനായി ക്ഷണിക്കുന്നു. ലത ജോബി, നിങ്ങളെല്ലാം ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു മകന്റെ ചികിത്സയ്ക്കായി നിങ്ങളൊക്കെ എന്റെ എനർജി ഒരിക്കലുമില്ല. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ട മിനി ചേച്ചിക്ക് നിറവ് സ്നേഹാദരവ് നൽകാനായി ബിൻസി ചേച്ചിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മിനി ചേച്ചിയെ ഈ ആദരവ് സ്വീകരിക്കാനായി സിനിമയിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കലാപ്രഭ ചേച്ചിയെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകാനായി സൂര്യലാൽ കട്ടപ്പന അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ശില്പ ബൈജു കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ശില്പ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ബേബി ജീവകാരുണ്യ പ്രവർത്തകയാണ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ബേബി ചേച്ചിയെ സ്നേഹാദരവ് സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹാദരവ് നൽകാൻ രക്തദാന കോർഡിനേറ്റർ ആണ്. നിലാവ് സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ആണ്. പ്രിയപ്പെട്ട ലിൻഡു ചന്ദ്രനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഒരു സ്നേഹാദരവ് നൽകാനായി ഡോക്ടർ ജിതേഷ് ജിയെ ക്ഷണിക്കുന്നു. എന്താണെന്നൊന്നും അറിയില്ല. ശ്രീജിത്ത് മോഹൻ ജിതേഷ് ജിയെ കൊണ്ട് ഒരു സ്നേഹാദരവ് നൽകുന്നു. അതെടുത്ത് മിനി ആർ കുമാർ ജീവകാരുണ്യ പ്രവർത്തകയാണ്, പൊതുപ്രവർത്തകയാണ്. മിനി ആർ കുമാർ ബിൻസി ചേച്ചി ഈ ഒരു സ്നേഹാദരവ് നൽകണം. മനാഫ് വേണാടിന് നിറവിന്റെ ആശംസകൾ. മനാഫ് വേണാടിന് ഈ ഒരു സ്നേഹാദരവ് നൽകാനായി ഡോക്ടർ ജിതേഷിയെ ക്ഷണിക്കുന്നു. സുധി ആട്ടക്കളം നാടൻ പാട്ട് കലാകാരൻ, അതോടൊപ്പം ആട്ടക്കളം എന്നൊരു ട്രൂപ്പ് കൂടി അദ്ദേഹം നയിക്കുന്നു. പ്രദീപ് ഇലന്തോൾ സൂപ്പർ ജെന്നി, സുജാത കുറ്റൂർ ജീവകാരുണ്യ പ്രവർത്തക, ജാസ്മിൻ ചേച്ചി സ്നേഹക്കൂട് കരുനാഗപ്പള്ളിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പ്രിയപ്പെട്ട ജാസ്മിൻ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തുന്ന സോഷ്യൽ മീഡിയയിലെ ജീവകാരുണ്യ പ്രവർത്തകൻ റഫീഖ് ചന്ദ്ര പിന്നിയെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു സ്നേഹാദരവ് നൽകാനായി സൂര്യലാൽ കട്ടപ്പനയെ ക്ഷണിക്കുന്നു. ഒരു സംരംഭം തുടങ്ങി അത് നിറവ് 2025 ഒരു കോർഡിനേറ്റർ. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ആരും ഒരു പ്രശ്നവും ഇന്ന് വരെ സൗമ്യയെ പറ്റി ആർക്കും ഒരു നെഗറ്റീവ് ഇല്ല. എന്നെയാണെങ്കിൽ നിറയെ അത് മാത്രമേ ഉള്ളൂ. ആ ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൗമ്യ സ്വീകാര്യാണ് അല്ലെ. വളരെ പാവം കുട്ടി. ഞാൻ തന്നെ എടുത്തിട്ട് അമ്മാട് പാടുന്ന കണ്ടിട്ട് കുറെ പേര് ചോദിക്കും നിങ്ങൾക്കൊന്ന് അടങ്ങിയിരുന്നൂടായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സൗമ്യ എന്നോടൊപ്പം നിന്ന് നിറവിന്റെ എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം നിന്ന് അവളുടെ അമ്മ ഈ അടുത്ത സമയത്ത് മരിച്ചു. ഇന്ന് 23 ദിവസമായിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും അവൾ എന്നോട് പറഞ്ഞു ചേച്ചി നമുക്ക് ഈ പരിപാടി എങ്ങനെയും ഭംഗിയായിട്ട് നടത്തണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സൗമ്യക്ക് നിറവിന്റെ ആശംസകൾ. അതോടൊപ്പം ഈ ഒരു സ്നേഹാദരവ് സൗമ്യക്ക്
സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ഞങ്ങളുടെ ഒരു സ്വപ്നം ഇത്ര മനോഹരമായിട്ട് ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട രേഖ ചേച്ചിയെ കുറിച്ച് 2 വാക്ക്. ജീവകാരുണ്യ പ്രവർത്തക, ആദിവാസി ജനതയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഹോപ്പ് ഇന്റർനാഷണൽ റെക്കോർഡ് ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, 2021 നെഹ്റു യുവകേന്ദ്ര മദർ തെരേസ പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ. ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ ഇട്ട് വന്നു. ഏകദേശം ഒരു 300-ന് മണ്ടേ മൊമെന്റോ. എൻ്റെ ലൈഫിൽ ഒരു മൊമെന്റോ പോലും കിട്ടിയിട്ടില്ല, ഫുള്ള് സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പം അത് മാത്രമല്ല, ഞാൻ ഒരു വുമൻസ് ഡേക്ക് രേഖ ചേച്ചിയെ കുറിച്ചും ഇവിടുത്തെ നിഷ ചേച്ചിയെ കുറിച്ചും ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിഷ ചേച്ചി എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരിക്കലും നേരിട്ട് കാണാമെന്ന്. അപ്പോൾ ഈ സ്നേഹക്കൂട്ടി വെച്ച് തന്നെ അങ്ങനെ ഒരു 2 കൂട്ടരെ ഒരുമിച്ച് ഒരേ വേദിയിൽ എനിക്ക് നിർത്താൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനമുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട രേഖ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു സ്നേഹാദരവ് കൊടുക്കുന്നതിനായി എല്ലാ ഗസ്റ്റുകളെയും കൂടെ ക്ഷണിച്ചേക്കാം. എല്ലാവരും കൂടെ ചേട്ടൻ, ചേച്ചി, സുമതിയമ്മ, അനിൽ, ചേച്ചിക്ക് ഞങ്ങളുടെ ഒരു സന്തോഷം. ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ എത്തിച്ചേരാനായിട്ട് എന്നെ സഹായിച്ചത് വേറെ ആരുമല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അപ്പം എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും ഇതുപോലെ തന്നെ എന്നെ ഒരുപാട്, അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്നേഹക്കൂട്ടിൽ പോകാനായിട്ട് സാധിച്ചതിനും വളരെ സന്തോഷം. അപ്പം എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിന് ഈ നിറവ് 2025 ഈ പ്രോഗ്രാം തുടർന്നും ഉണ്ടാവട്ടെ. ഈ കൂട്ടായ്മ, ഈ കൂട്ട് എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഇത് എന്നും നിലനിൽക്കുന്ന സ്നേഹമായി മാറട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ, ഈ മൊമെൻറ്റോ നേടിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്കിനിയും പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.